ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു 6 മാസം ചെനയുള്ള ഒരു ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ് കേട്ടോ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത്. ഇവള് രണ്ടാമത്തെ ചെനയാണ് കേട്ടോ. കാണാനായാലും നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോളാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് ഒറ്റ നേരം മാത്രമാണ് കേട്ടോ കറവുള്ളത്. രാവിലെ മാത്രം രാവിലെ 6 ലിറ്റർ പാലാണ് കേട്ടോ ഇപ്പോൾ അവൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് 2 ദിവസമായിട്ടുണ്ട്. നമ്മുടെ 2 ദിവസം വന്നിട്ട് 2 ദിവസം നമുക്ക് വിളയിക്കുന്ന 6 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തീറ്റയ്ക്ക് പാല് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ 6 ലിറ്റർ പാല് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇനി കറവ് വറ്റിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു 7 മാസം 7.5 മാസമൊക്കെ ആകുമ്പോഴത്തേനും കറവ് നിർത്തുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് അടുത്ത പ്രസവത്തിൽ ഇവൾക്ക് നന്നായിട്ട് പാല് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് 8 ലിറ്റർ പാലിനെക്കാട്ടും കൂടുതൽ പാല് കിട്ടിയിട്ടുണ്ട്. പിന്നത്തെ നന്നായി തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10ൻ്റെ അവിടേക്ക് പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു പശു തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് വേറെ ഒരു ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ്. ഇവൾ പ്രസവിച്ചിട്ട് 17 ദിവസമായിട്ടുണ്ട്. 17 ദിവസമായിട്ടുണ്ട് ഇവൾ പ്രസവിച്ചിട്ട്. ഇപ്പോൾ അവൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല് എന്ന് പറയുന്നത് രാവിലെ 9 ലിറ്ററും വൈകുന്നേരം 4.5 ലിറ്റർ പാലുമാണ് കേട്ടോ അവൾക്ക് കിട്ടുന്നത്. അകിടമൊക്കെ നല്ല അകിടാണ്. പക്ഷെ നല്ല നീളത്തിലുള്ള കാമ്പൊക്കെയാണ് കേട്ടോ. നന്നായി കറക്കാനൊക്കെ സുഖമാണ്. നമ്മളിത് കറന്ന് മടി വെറ്റിച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് 2 നേരം വീട്ടിൽ വന്ന് കറവ് കാണാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് 2 നേരം വേണമെങ്കിലും വന്ന് കറവ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അഥവാ കറവ് കാണാൻ പറ്റാത്ത വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ലൈവായിട്ട് കറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാനും സൗകര്യം ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് കറവ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 6 മാസം പ്രായമായിട്ടുള്ള ഒരു വെളുത്ത പോത്തുംകുട്ടിയാണ് കേട്ടോ. ഇവൻ ഭയങ്കര വെളുപ്പമായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് നമ്മൾക്ക് പുറത്തൊക്കെ അഴിച്ച് കെട്ടിയിട്ട് തീറ്റാൻ തുടങ്ങിയപ്പോൾ ഇവൻ ചെറുതായിട്ട് ബ്ലാക്ക് കളറിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ഒറിജിനൽ വെള്ള എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പുറത്തഴിച്ച് കെട്ടാത്തതുകൊണ്ടാണ് ഈ വെള്ള കളറ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവൻ ചെറുതായിട്ടൊക്കെ കറുപ്പ് കളറായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കൂടിയും തീറ്റയും ഒക്കെ പക്കയാണ് കേട്ടോ. എന്ത് കൊടുത്താലും അവൻ തിന്നോളും. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. വൈക്കോലായാലും പുല്ലായാലും തീറ്റയായാലും എന്തും അവൻ കഴിച്ചോളും. അവന് ഏറ്റവും ഇഷ്ടം പുറത്ത് നടന്ന് തിന്നാനാണ് കേട്ടോ. നടന്ന് തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് അവന്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 1.5 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ജേഴ്സി ഇനത്തിൽപ്പെട്ട തന്നെ ഒരു പശുക്കുട്ടിയാണ്. ഈ 3 പശുക്കളും ഒരൊറ്റ വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇവളാണ്. ഇവളായാലും 1.5 വയസ്സ് പ്രായമായിട്ടുണ്ട്. ഒരു 2 വയസ്സൊക്കെ ശേഷം ഇവളനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവൾ ചെന പിടിക്കും കേട്ടോ. കാരണം അത്യാവശ്യത്തിന് നല്ല മേനിയും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പശുക്കുട്ടിയാണ് കേട്ടോ. ഇവളും പുറത്ത് മേഞ്ഞ് നടന്ന് വന്നിട്ടുള്ള പശുക്കുട്ടിയാണ്. അപ്പോൾ ഇവളനെ പുറത്ത് അഴിച്ച് കെട്ടി വളർത്താൻ സൗകര്യമുള്ളവർക്ക് നല്ലൊരു പശുക്കുട്ടി തന്നെയാണ് കേട്ടോ. കാണാനായാലും ഫുള്ള് ബ്ലാക്കാണ്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ലൊരു പാവം പിടിച്ച പശുക്കുട്ടിയാണ് കേട്ടോ. എന്ത് കൊടുത്താലും തിന്നോളും. പുല്ലായാലും വൈക്കോലായാലും അവൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട്